കുറച്ച് മാങ്ങ ഞാൻ എടുക്കണം. ഇപ്പോഴത്തെ തലമുറയൊന്നും കാണാത്ത ഒരു സാധനം. ഇതും ഓർഗാനിക്കാണ്, നമ്മളും ഓർഗാനിക്കാണ്. ഇവിടെ ഇരുന്നിട്ട് പൊള്ളി കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഹെൽമെറ്റ് വെച്ചിട്ടാണ് ബാക്കി ക്ലീൻ ചെയ്തു. നിന്നോട് വല്ല സ്വകാര്യം നിന്റെ ചെക്കൻ പറയണതൊക്കെ നാട്ടുകാർ മുഴുവൻ കേൾക്കും. ശരിക്കായം എന്ന് പറയും, തൃശ്ശൂർക്കാർ ചെപ്പിക്കാട്ടെന്ന് പറയും. ഉള്ളടക്കത്തിൽ ജഗതി പറഞ്ഞ പോലെ ഡോക്ടറെ ഇങ്ങനെ പുസ്തകം വായിച്ചോണ്ടിരുന്നാ മതിയോ? ഡോക്ടർക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ടേ അന്നാ ചെവിയിൽ ഉള്ളിൽ നിന്നെടുത്ത സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് ചെവിയിൽ ഉള്ളിക്ക് എന്നാന്ന് വെച്ചാൽ വെക്കാം. ഒരു പല്ല് ഡോക്ടർ വന്നത്, നല്ല സുന്ദരിയായ ഒരു പല്ല് ഡോക്ടർ വന്നത്. ഇത് നമ്മുടെ മൂവാണ്ടമാവാണ്. മൂവാണ്ടമാവ് കണ്ടമാനം മാങ്ങിൻ്റെ മാങ്ങകൾ പൊട്ടിക്കണില്ല, ആർക്കും വേണ്ട. അപ്പോൾ ഞാൻ ഇവിടെ കുറേ മാങ്ങകൾ ഇങ്ങനെയുണ്ട് വീണെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് കൂട്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ. കുറച്ച് മാങ്ങ ഞാൻ എടുക്കണം. ഇതൊക്കെ ഈയൊക്കെ ഇടുന്ന് ചീഞ്ഞു വിട്ടാ. അതുകൊണ്ടാണ് അങ്ങനെ വൃത്തികേട് നല്ലത്. അതിൻ്റെ തൊലിയില്ലേ അത് ഒന്ന് പോവാനായിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ അണ്ടി കിട്ടി കഴിഞ്ഞാലാണ് നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴുള്ള ആളുകൾക്കൊന്നും അറിയില്ല ഇതാങ്ങ. ഇതൊക്കെ നല്ല മാമ്പഴ. അപ്പോൾ കുറച്ച് മാങ്ങണ്ടി എടുക്കുന്നുണ്ട്. ഇതുകൊണ്ടൊരു പലഹാരം ഉണ്ടാക്കാൻ പോണ്. ഇപ്പോഴത്തെ തലമുറയൊന്നും കാണാത്ത ഒരു സാധനം. പഴയ ആളുകളും അധികം പേര് കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നല്ല മാമ്പഴ. ഇത് കുറച്ചാളൂണി കിടന്നു കഴിഞ്ഞാലേ ഇത് ഇതുപോലെ കണ്ട ഇതുപോലെ. പിന്നെ ഇതാക്കാൻ സുഖമായി. ഇത് തൊടുമ്പോഴേക്ക് ചപ്പിളി കുപ്പിളി ആവുമല്ലോ. ഇതിൻ്റെ ഉള്ളിലത്തെ പരിപ്പാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. അണ്ടിയുടെ ഉള്ളിലത്തെ പരിപ്പ്, പല്ലിയൻ്റെ പരിപ്പ് എടുക്കുന്ന പറയില്ലേ, അതുപോലെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ പരിപ്പ് എടുക്കണം. കിണ്ണത്തപ്പം ഉണ്ടാക്കാം നമുക്ക് ഇതുകൊണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. അല്ലയുടെ കണ്ടമാനം ഇതെടുക്കും. കണ്ടമാനം ചാക്കിൽ നിറച്ചിട്ടുണ്ടാക്കിയിട്ട് വലിയ നമുക്ക് ഒരു ദിവസം ഇരുന്ന് അലുവി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തവണയും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് പൂതി തോന്നും. ചാർലിക്ക് പൂട്ടിയിട്ടത് ഇഷ്ടമായിട്ടില്ല. കണ്ട ഇരിപ്പ് വേണ്ട, നമുക്ക് ഇവിടെ നിന്നിട്ട് തല്ലി പൊടിക്കാം. നിനക്ക് ഉടനതാണ് എന്നാൽ നീയും കിടന്ന് നടക്കും. ഒരു മിനിറ്റ് കയ്യിൽ നിന്ന് കഴിയിട്ട് നമുക്ക് തുടങ്ങാം. സാധാരണ മാങ്ങണ്ടികളോണ്ടാണ് നമ്മൾ ഇത് ആക്കാട്ടാ. അപ്പോൾ നമുക്ക് ഇപ്പോൾ മാങ്ങണ്ടി ആവണമെങ്കിൽ കുറച്ച് നാൾ പിടിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഇനി അയ്യോ ഇത് പരിപ്പ് കണ്ട. ടടണ്ടടേ നായ്ക്കൾ രണ്ടുപേരും ഓടി വന്നിരിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പരിപ്പ് നമുക്ക് എടുക്കണം കേട്ടോ. കണ്ട ഇതാണ് പരിപ്പ്. അപ്പോൾ ഇതിലത്തെ ഈ ബ്ലാക്ക് കളറിലുണ്ട് അത് നമുക്ക് ചിരണ്ടി കളഞ്ഞിട്ട് അതൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ട് വേണം നമ്മളിത് എടുക്കാം കേട്ടോ. കണ്ട നല്ല നീറ്റായിട്ട് എടുക്കണം. എന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ ഇതൊക്കെ കഴുകി ഇതാക്കാം കേട്ടോ. അടുത്തെടുക്കുന്നു. ഇതുമല്ലേ ഒരു ഇത് മണ്ണാണെന്നൊരു തേങ്ങയെന്ന് അറിയില്ല കേട്ടോ. കണ്ടാ ഇത് ഇത്ര നല്ല അണ്ടിയായിട്ട് നോക്കിയാൽ ഇത്രയ്ക്കുള്ള കാണാം. പവറിൽ കണ്ട ഇത്രയ്ക്ക് കിട്ടില്ല നമുക്ക്. അപ്പോൾ ഈ ഒരെണ്ണം കഴിഞ്ഞു കണ്ട. ഈ വശം കണ്ട ഇത് നല്ല കുഴപ്പമില്ലാണ്ട് നല്ല നീറ്റായിട്ട് കിട്ടി കണ്ട. ഈ വശം ഇത് നോക്കിയാൽ കേട് വന്നിട്ട് കേടല്ലത് എന്തിട്ട് തേങ്ങനാവത്. കാരണം നമ്മൾ എല്ലാം നല്ല ഭംഗിയിൽ കിട്ടണമെന്നില്ലാന്ന്. അടിപൊളി മാമ്പഴാണത് തേങ്ങ. ഇവിടെ ഈ കറുപ്പൊക്കെ കളയണം കേട്ടോ. നമ്മൾ ഒക്കെ കിട്ടി കഴിഞ്ഞ് നമുക്ക് വൃത്തിയാക്കാം. പണ്ട് ചെറുപ്പത്തിൽ ഈ സാധനം നമ്മൾ ചുട്ട് തിന്നും. ഇതിൻ്റെ ഇത് പരിപ്പ് കനലിലെ ചുട്ട് തിന്നുന്നു. എന്തെങ്കിലുമൊക്കെ തിന്നണ്ടേ മനുഷ്യന്. അപ്പോൾ കുറേ ആക്കുമ്പോഴാണ് നമുക്ക് ആഹാ നല്ല വൃത്തിയുള്ള ഒരുത്തൻ കിട്ടി. ഒരു കേടും വന്നിട്ടില്ല. ഇതിൽ നിന്ന് എന്തിട്ട് മനസ്സിലാക്കേണ്ടത് പലരും പലതരത്തിലാണ്. മാങ്ങ കാണാനായിട്ട് നല്ല ഭംഗിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളു ചൂർന്ന് എടുത്താലും നമുക്ക് അവ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റില്ല. കണ്ട പിന്നെ അടിപൊളി ചുള്ളനാ. പുറം വശം അത്ര ഭംഗിയില്ല, എന്നാലും ഉള്ളു സൂപ്പർ കേട്ടാ. അപ്പോൾ കുറച്ചെണ്ണം ഇതിങ്ങനെ എടുക്കണം. നല്ല പണിയാണ്. പണ്ടത്തെ ഓരോ
രുചികൾ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ വക പണികൾ ചെയ്യുന്നത് കണ്ട. ലാസ്റ്റ് കാറ്റ്, വെള്ളം കാറ്റ്, ഹായ് കാക്ക. കൊണ്ടാക്കിത്താ. ആ അതേ അവൾക്ക് കടയിലേക്ക് പോകാനാ കുറച്ചാകണല്ലോ. ഞാൻ ഇതെല്ലാം എൻ്റെ അണ്ടി നല്ലതല്ല കേട്ടോ. നോക്കിയേ ചിലത് നല്ല നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗിയുള്ളവരാന്ന് ശരിക്കും. അണ്ടി മോശ കണ്ടോ. നോക്കിയേ ചിലർക്ക് നല്ല നീറ്റായിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആയിട്ട് എടുത്ത് പറയണം. നല്ല ഭംഗിയായിരിക്കും കാണാൻ. എന്താ കാര്യം എന്താ പറയുക, നമുക്ക് ഒരു 2 കിണ്ണത്തപ്പം ഉണ്ടാക്കിയാൽ പോരെ അല്ലേ? ആ കിണ്ണത്തപ്പ ഉണ്ടാക്കാൻ പോണേ. കിണ്ണത്തപ്പം ഉണ്ടാക്കിയാൽ മതി. അതന്നെ അലുവ പോലെ. എത്ര കിട്ടിയിട്ടുള്ളൂ അല്ലേ? അല്ല ഞാൻ ലോഡ് പറക്കി വെച്ചിട്ടുണ്ട്. ഇതിലത്തെയൊക്കെ എല്ലാം നല്ലതാണെന്ന് അറിയില്ലല്ലോ, എല്ലാവരും ചെയ്യുന്നതുകൊണ്ട്. ഓരോ ലോഡ് എടുത്താലാണ് കുറച്ചേലും കിട്ടുള്ളത്. അവിടെ തന്നെ ഇരുന്ന് ആക്കിയാൽ മതിയായിരുന്നു. ഇപ്പം ഇവിടെ അല്ല, മഴ പെയ്യുമ്പോൾ ഒക്കെ പൊക്കോടും. ഒരു കൊല്ലം ഇവിടെ മഴ പെയ്യുമ്പോൾ ആക്കിയത്. നീയാണ് നീന്നോട്ടാ. മേത്തി തെറിക്കും. മാമ്പഴാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമുക്ക് കാണുമ്പോൾ അല്ല, ഞാൻ പോവാൻ വേണ്ടി ഡ്രസ്സ് മാറി വന്ന കാരണ. മേത്തിയാ കണ്ടാന്ന് ഞാൻ പറഞ്ഞത്. ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് ഇത് കഴിഞ്ഞു. കുറച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവന്നാക്കിയിട്ട് ഇത് നമുക്ക് കഴുകി അരയ്ക്കാം. എന്നോടൊന്ന് ദരിദ്ര ചേച്ചി പറഞ്ഞിരുന്നു അവിടെ കുറച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട് തരാന്ന്. എന്നിട്ട് ഇതാക്കിയതാ? ആള് ഇങ്ങനെ ആക്കിയിട്ട് ഇതിന്റെ കട്ടൊക്കെ കളഞ്ഞ് കട്ടൊക്കെ കളഞ്ഞിട്ടേ എടുത്തേക്കും ഫ്രിഡ്ജില്. ആവശ്യം അത് കുറേശ്ശെ എടുത്ത് അരിപ്പൊടി എന്നിട്ട് ചേർത്തിട്ട് ഓരോന്ന് ഉണ്ടാക്കാ ചെയ്യാ. അപ്പോ അത് തന്നേക്കാന്ന് പറഞ്ഞിരുന്നു, മറന്നു തോന്നുന്നുണ്ട്. ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ടേ നിന്നെ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ ആക്കുമ്പോൾ ഒരു 5-10 കൂടി ആക്കണം, നല്ലത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ, അല്ലാണ്ട് അധികം ഭയങ്കരമായിട്ട് എടുത്തിട്ടില്ല. നമുക്ക് അവിടേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ബെഞ്ചിൻ്റെ അവിടേക്ക് വന്നു പോകണം കേട്ടോ. ഇനി ഇത് ക്ലീൻ ചെയ്യണം. അതായത് ഇന്നലത്തെ തോലക്കില്ലേ, ഇതേ കേട്ടോ, ഇങ്ങനത്തെ തോലക്കില്ലേ, അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കണം നമുക്ക്. ഇതൊക്കെ ഇപ്പോഴൊന്നും ഇത് ഇങ്ങനത്തെ ഒരു സാധനം കഴിക്കാനായിട്ട് ആളുകൾക്ക് ഇങ്ങനെ ചെയ്യുന്ന തോന്നണ്ട. ചെയ്യുന്നവരുണ്ടാവും, പിന്നെ ക്ലീൻ ചെയ്യണം കേട്ടോ. അതാണ് എൻ്റെ പണി. ചിലത് മേട ഇങ്ങനത്തെ ഒരു തോല് പിടിച്ചിട്ടുണ്ടാവേ, കുഴപ്പമുണ്ടായിട്ടില്ല, എന്നാലും ചെയ്യുമ്പോൾ നീറ്റായിട്ട് ചെയ്യുന്നുള്ളൂ. ചിലതൊക്കെ നല്ല ഡീസൻ്റ് ആകണ്ട. ചിലതിൻ്റെ ബാക്കിൽ ചെറിയൊരു കറുപ്പുണ്ടാവും. പിന്നെ ഇല്ല, ഇനി കഴുകണം, ഒരു കുറച്ച് വട്ടം കഴുകണം, നന്നായി കഴുകി നീ വൃത്തിയാക്കണം. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടാ അല്ല. അതെ, നമുക്ക് ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയത് ഇത്രയ്ക്കാണെങ്കിൽ നന്നായി കഴുകാം. നമുക്ക് നന്നായി കുറച്ച് വട്ടം നന്നായി കഴുകണം. അടിപൊളി പരിപ്പാണ് കണ്ട. ഇനി നമുക്കൊരു മിക്സിയിൽ ജാറിലേക്ക് കൊണ്ടുപോകാം. ഇനി നമ്മൾ ഇതൊക്കെ ഒരു മിക്സിയിൽ ജാറിലേക്ക് ഇടുന്നു കേട്ടോ. ഇതേ നമുക്കേ വെറുതെ ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്യാൻ പറ്റുക. ക്രഷ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം നന്നായിട്ട് കേട്ടോ. ഇതിങ്ങനെ അരഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളം ഒഴിക്കാം. ഇത് വെള്ളം ഒഴിച്ചരയ്ക്കാം നമുക്ക്. നമ്മളൊരു പാത്രം എടുക്കണം, അതിലേക്ക് ഇത് ഒഴിച്ചു വയ്ക്കണം കേട്ടോ. ഈ ചെറിയ കട്ടകളുണ്ട്, അത് നോക്കണ്ട, ആ കട്ടകൾ കിടന്നോട്ടെ കേട്ടോ. അതൊക്കെ നമുക്ക് കടിക്കുമ്പോൾ അണ്ടിപ്പരിപ്പ് പോലെ കടിക്കും. മിക്സിയിൽ ഇത്തിരി വെള്ളം കൂടി കലക്കിയിട്ട് വെള്ളം ഒഴിക്കുക. കൂടുതൽ വെള്ളം ഇരുന്നോട്ടെ കേട്ടോ. ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ സാധനം മൂടി വയ്ക്കണം കേട്ടോ.
അതിലറിയാത്തന്നെ കിടന്നോട്ടെ, ഒരു കുഴപ്പമില്ല. ഇത് ഇനി നമ്മൾ നാളെ കാലത്ത് എടുക്കുള്ളൂ. അപ്പോൾ ഇത് ഊറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ തെളി വെള്ളം, ഈ ഒരു ഡാർക്ക് കളർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെളി കലർന്ന പോലത്തെ ഒരു വെള്ളം ഉണ്ടാവും, കറ, അത് നമുക്ക് ഊറ്റി കളയണം. അപ്പോൾ നാളെ കാലത്ത് ഇനി നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം കാലത്തായിപ്പോൾ നോക്കി നമ്മുടെ ഇതിൽ മട്ട് കണ്ട ഊറിയിട്ടുണ്ട് നോക്കി, അതെടുക്കുമ്പോൾ കണ്ട ഈ ഒരു കറവെള്ളം പോലെ കണ്ട, അത് നമുക്ക് ഊറ്റി കളയണം കേട്ടോ. തന്നെ കാണ്ട് അത് ഊറ്റി കളയണം കേട്ടോ. മട്ട് കളയണ്ട കേട്ടോ, ഇത്തിരി മുകളിലത്തെ വെള്ളം മാത്രം നമ്മൾ ഊറ്റി കളയുന്നു, അടിയിൽ ഊറിയിട്ടുണ്ടാവും. ഇത്ര മതി. ഇനി നമ്മളിത് ഇതിലേക്ക് വീണ്ടും ഒഴിച്ച് വയ്ക്കുന്നു കേട്ടോ. ഇവിടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വയ്ക്കുന്നു. വേണമെങ്കിൽ ഇളക്കാം, കയ്യിലിട്ട് ഇളക്കാം, വേണ്ട നാളെ അല്ല ഇനി ഊറ്റി കളയുമ്പോൾ ഇളക്കാം കേട്ടോ. വീണ്ടും മൂടി വയ്ക്കുന്നു കേട്ടോ. ഇത് നമ്മൾ ഒരു 5-8 മണിക്കൂറിന് ശേഷം വീണ്ടും ഇത് കണ്ട, ഇതിൽ ഈ വെള്ളം വന്നു കണ്ട, ചെളി വെള്ളം പോലെ. അപ്പോൾ അത് വീണ്ടും എടുത്ത് കളയണം. അപ്പോൾ നമ്മളിത് ഒഴിച്ച് കളയണം കേട്ടോ, ഈ തെളി വെള്ളം ഒഴിച്ച് കളയണം. ഇനി ഒരു വട്ടം കൂടി നമ്മൾ വെള്ളം ഒഴിച്ച് വയ്ക്കും. അത് ഒഴിച്ച് കളഞ്ഞാൽ പിന്നെ കളയില്ല കേട്ടോ. ഇനി ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വയ്ക്കും കേട്ടോ. എന്നിട്ട് ഒരു വട്ടം കൂടിയും ഒരു 3-4-5 മണിക്കൂർ കഴിഞ്ഞാൽ ഊറ്റി കളയും. പിന്നെ നമ്മൾ ഇതുപോലെ നമ്മൾ പലഹാരം ഉണ്ടാക്കും. നമ്മളിത് വീണ്ടും മൂടി വയ്ക്കണം കേട്ടോ. അങ്ങനെ ഒരു 1-1.5 ദിവസത്തെ പരിപാടിക്ക് ശേഷം നമ്മുടെ ഇത് എടുക്കാൻ കേട്ടോ. ഇത് ഞാൻ വെള്ളം കലങ്ങിയിട്ട് അവിടെ നിന്ന് എടുത്തപ്പോഴായിരുന്നു കലങ്ങി. അപ്പോൾ ഇതിനെ അരിച്ചെടുക്കാൻ പോകണം കേട്ടോ. നമ്മൾ ഇതാണ്ട, ഇത് ഇങ്ങനെ അരിക്കുന്ന ഒരു സാധനമാണ് സാർ. ഇതെങ്ങനെ പിടിച്ചേ, എന്നിട്ട് നമ്മുടെ അത് ഇതില്ലേ, ഇത് ഇരിക്കേണ്ട ഒഴിക്കും, ഇതിങ്ങനെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കും. എന്നിട്ട് നമ്മളിത് പിഴിഞ്ഞെടുക്കണം. ഒരു മട്ടാണ് എടുക്കുക കേട്ടാ, അധികമൊന്നും ഉണ്ടാവില്ല ഇത്. അതിന് കുറേ അടുത്തേൽ കേടായി പോയില്ലേ അല്ലേ? അല്ല ഇത്രയ്ക്ക് ഇനി ഉണ്ടാവുള്ളൂ. നമ്മൾ ഇതിന് ഊറാൻ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കിട്ടില്ലേ? വീണ്ടും കിട്ടും. ഈ മട്ട് നമ്മൾ ഇതേ ഈ ഉരുളിയിലേക്ക് ഇടാൻ പോകണം കേട്ടാ. ഓ, ഉരുളിയിലാണ് അല്ല ചെയ്യാൻ പോണേ. നമ്മൾ അലുവീന ഉണ്ടാക്കാൻ പോകണട്ടാ. കണ്ട എത്രയാണ് കിട്ടിയത് നമുക്ക് ആകെ തുക. ഇനി ഇത് കുറേ നേരം ഇരിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് മട്ട് കിട്ടും. നമ്മളിനി എടുക്കാൻ പോകുന്നില്ല, അത് മാറ്റി വെച്ചു. അപ്പോൾ നമ്മൾ ഇതെടുത്തു കേട്ടാ. ഇനി അലുവി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ശർക്കര ഉരുക്കണം. ശർക്കര ഉരുക്കാനായിട്ട് നമ്മൾ മറയൂർ ശർക്കര ഇടുന്ന കേട്ടാ. എൻ്റെ നാവ് കുഴയുന്നില്ല. ചേട്ടന് സമാധാനമായിട്ട് സംസാരിച്ചാൽ മതി. ചേട്ടാ ഒറ്റയ്ക്ക് വീഡിയോ അവതരിപ്പിക്കുമ്പോൾ എല്ലാം നാവ് കുഴച്ചിലുണ്ടാ. ഞാൻ കൂടെ വരുമ്പോഴല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് മറയൂർ ശർക്കരയാണ്. ഒരു 10-350 ഗ്രാം എടുക്കുന്നത് നമ്മൾ. വീണ്ടും കുഴയുന്ന നാവ്. മനസ്സിൻ്റെ സ്പീഡേ നാവിന് കിട്ടണില്ല, മനസ്സിലായ? മനസ്സിൽ ചേട്ടൻ 1 സെക്കൻഡ് കൊണ്ട് ഇത് പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കുന്നു. ശരിക്കും ഒരു 10 സെക്കൻഡ് വേണം അത് പറയണമെങ്കിൽ എന്ന് വിചാരിക്കും. ആ സാധനത്തിനാണ് 1 സെക്കൻഡ് കൊണ്ട് പറയാൻ ശ്രമിക്കണേ. അപ്പോഴാണ് ആകെ കൂട്ടിപ്പണഞ്ഞ് വേറെ വാക്കുകളായിട്ട് പുറത്ത് വരുന്നത്. എന്തായാലും ആവട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം നമുക്കിത് ഉരുക്കി കഴിഞ്ഞിട്ട് നമുക്ക് പരിപാടിക്ക് പോകാം. കൊതുക് അടിക്കുന്നുണ്ട്. എൻ്റെ ചുറ്റും കൊതുകുകൾ വട്ടമിട്ട് പറക്കുന്നു. ചേട്ടന് പിന്നെ സുഖമാവോ നെഗറ്റീവായ കാരണം കൊതുകൊന്നും കടിക്കില്ല. ബ്ലഡ് ഗ്രൂപ്പ്. ഇത് നമ്മൾ ശർക്കര നീര് ഉരുക്കണം കേട്ടോ. അല്ല ശർക്കര നീര് ഉരുക്കില്ല, ശർക്കര ഉരുക്കണം. ഈ അലുവി ഉണ്ടാക്കണത് നമ്മൾ കൂവപ്പൊടി ചേർത്തിട്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് ഒരു 3-4 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ പാലക്കാട് ഒറ്റപ്പാലം ഈ നമ്മുടെ ഇവിടേക്കില്ലേ കുളപ്പുള്ളിയിലേക്ക് പോയപ്പോൾ അവിടെ അജിത് കുമാർ എന്ന് പറഞ്ഞൊരു കർഷകനുണ്ട്. ഒരു 5-8 ഏക്കറിൽ കൂവ കൃഷി ചെയ്യണത്. ആള് അന്ന് ഉണ്ടാക്കിയത്, അന്ന് നമുക്ക് തന്നിട്ടുള്ള കൂവപ്പൊടിയാണിത്. ഇതുവരെയായിട്ട് ഇതിന് ഒരു അനക്കം പോലും സംഭവിച്ചില്ല. അത്ര സൂപ്പർ കൂവപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ കൂവപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല ഓർഗാനിക് സ്റ്റൈലിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ മറയൂർ ശർക്കര നമ്മുടെ കട്ടണ്ടി, അതായത് അണ്ടിയുടെ പരിപ്പെടുക്കുന്നത് മുഴുവൻ കംപ്ലീറ്റ് നമ്മൾ വിഷമില്ലാത്ത സാധനമാണ്. ഇതും ഓർഗാനിക്കാണ്. അതെ, എല്ലാം നമ്മളും ഓർഗാനിക്കാണ്, എല്ലാവരും ഓർഗാനിക്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ഉരുക്കി. അപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ കൂവപ്പൊടിയാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. കൂവപ്പൊടി നമുക്ക് അളവിൽ
എത്ര വേണമെങ്കിലും എടുക്കാം. പക്ഷെ നമ്മൾ ഒരു 5-6 ടീസ്പൂൺ കൂവപ്പൊടി, ഇത് ടീസ്പൂണല്ല, ഇത് ടേബിൾ സ്പൂണാണ് കേട്ടോ. ഇത്ര മതിയില്ലേ സാർ? എനിക്കറിയില്ല, എനിക്കിതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതല്ല മുന്നേ. പകുതിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഏകദേശം ഇതിന്റെ അളവ് കണക്കാക്കിയിട്ട് നമ്മൾ ഇതിന്റെ പകുതിയാണ് എടുക്കേണ്ടതല്ലേ? ഏകദേശം എടുത്തിട്ടുണ്ട് പകുതി. അരിപ്പൊടി ചേർക്കാട്ടാ. അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി ഉണ്ടാക്കാം. നമ്മൾ കൂവപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂവപ്പൊടി ഒന്ന് കലക്കണം. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കി കട്ടകളുണ്ടാവും, അത് കലക്കി ആദ്യം. എത്ര നാളിരുന്നാലും ഈ കൂവപ്പൊടി നാശാവില്ല. നല്ല എനിക്ക് പാലിൻ്റെ കളറ് നല്ല വെള്ള കളറില്ല തരുതേ. അപ്പോൾ കൂവപ്പൊടി ഉണ്ടാക്കി. ഇനി അടുത്തത് നോക്കിയാൽ ഇതേ ഈ സാധനം നമുക്ക് വെറുതെ കട്ടകൾ നുടയ്ക്കാം കേട്ടോ. പൊട്ടിത്തെറിക്കൊന്നുമില്ല. ഏയ് കട്ടകൾ വെറുതെ നുടയ്ക്കണം. ഇതിൽ കട്ടകളുണ്ടാവും, അത് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ അല്ലെങ്കിൽ കണ്ട ഇത് മിക്സിയിലടിച്ച് അതറിയാണ്ട് കിടക്കുന്നോട്ടെ, അതിൽ കിടന്നോട്ടെ. അണ്ടിപ്പരിപ്പ് തിന്ന പോലെയാണ് അതിന്റെ ടേസ്റ്റ്. അത് പറഞ്ഞിട്ടില്ലേ, അതൊന്ന് പൊട്ടിച്ചിട്ടായിരുന്നു. അത് നമ്മുടെ ഈ ദരിദ്ര ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇതിലത്തെ കഷ്ണങ്ങളൊന്നും പൊട്ടിച്ച് കളയണ്ട, അത് നമ്മൾ മുന്നുണ്ടാക്കിയപ്പോഴും ഭയങ്കര രസമായിരുന്നു. അത് കടിക്കാൻ നല്ല രസമായിരുന്നു. ശരി എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഓർക്കുന്നു. ഇനി നാളികേരം പാലെടുക്ക്. ഓ ഞാൻ ഓർക്കുന്നു. നാളികേരപ്പാല് ഭയങ്കര കൂടുതൽ പോലെ ചേട്ടാ. ഇനി ഇത് 2 നാളികേരം, വലിയ നാളികേരത്തിന്റെ 2-ാം പാലും 3-ാം പാലും 1-ാം പാലും ഒക്കെ കൂടി ചേർത്തിട്ടാണ് അത് ഇരിക്കും ഒഴിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂട്ടി കലക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കി തുടങ്ങുന്നത് കേട്ടോ. ഇനിയിപ്പോൾ വേണ്ട വേണ്ട, അത് നമ്മൾ അലുവി ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കല്ലേ. അതായിരുന്നു നല്ലത് കേട്ടോ. കുറേശ്ശെ വറ്റണതിനനുസരിച്ചിട്ട് ഈ പാലൊഴിച്ചു കൊടുത്താൽ. ഇനി അതിലേക്ക് തന്നെ നമ്മുടെ കൂവ കുറുക്കിയിട്ടാ. ഇങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് അലുവ രീതിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതും ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ശർക്കര നീര് ഒഴിക്കുക. ഏകദേശം ഒരു 10-350 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു കേട്ടോ. ഒന്ന് ഇളക്കി. അയ്യോ ശർക്കര അലിഞ്ഞിട്ടില്ല. അത് കുഴപ്പമില്ല. ഇത് കല്ലിങ്ങും മണ്ണും കട്ടിന്നുണ്ടാവില്ല കേട്ടോ. നമ്മുടെ എന്തിനാ അത് ഉരുക്കിയതിൽ നേരിട്ട് അതിൻ്റെ ഇതിൽ ഇളക്കി എല്ലാം കൂടി യോജിക്കിട്ടാ. നന്നായിട്ട് ഒന്ന് യോജിക്കിട്ടാ. അല്ലേ അതും ഫുൾ എടുക്കുക ചേട്ടാ. അല്ല ശർക്കര നമുക്ക് അരിക്കണമെങ്കിൽ, കല്ലും മണ്ണുള്ള സാധനം അരിക്കണമെങ്കിലാണ് ഈ നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കണേ. ഇത് അതിന്റെ ആവശ്യമില്ല. ഇത് അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ നോക്കിയാൽ നല്ല ചായര പോലെയില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല, കാപ്പീരെ പോലെയില്ലേ, നല്ല ഭംഗിയിലെ കളറായിട്ടാ. ഇപ്പൊ നല്ല വെള്ളം പോലെ. ഇനി നമ്മൾ അടുപ്പത്ത് വയ്ക്കാൻ പോകണേട്ടത്. ഇത് ഇവിടുന്ന് മാറ്റാല്ലേ? ഇനി ഒക്കെ മാറ്റിക്കോ, ഒന്നും വേണ്ട. നെയ്യും മാത്രം മതി. നെയ്യും പിന്നെ അണ്ടിപ്പരിപ്പ് അടുപ്പത്ത് വയ്ക്കണം കേട്ടോ. കൂവപ്പൊടിയുള്ള കാരണം പെട്ടെന്ന് തന്നെ കട്ടയാവും കേട്ടോ. പെട്ടെന്ന് തന്നെ കട്ടയിലേക്ക് കയറും. സരിത ഭയങ്കര ഹാപ്പിയില്ല. ഇതൊരു സംഗതി എന്നറിയോ, സരിതരെ ചെവി ക്ലീൻ ചെയ്തു. അതേരം ശബ്ദങ്ങളൊക്കെ എവിടെ പറയും, നമ്മൾ വെറുതെ വർത്താനം പറയില്ലേ, ഭയങ്കര മറ്റേ ഈ പൂരത്തിൻ്റെ കൂട്ടപ്പൊരിച്ചിൽ പോലെ നമ്മുടെ ശബ്ദമൊക്കെ കേൾക്കണമെന്ന്. പൂരത്തിൻ്റെ കൂട്ടപ്പൊരിച്ചില്ല കേട്ടോ, വെടിക്കെട്ടിൻ്റെ കൂട്ടപ്പൊരിച്ചിൽ. ചെവിവേദന പോയത് കാരണം ഭയങ്കര വിങ്ങലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ഒരു മിന്നൽ പോലെ വേദന വരും. പിന്നെ കുറച്ച് സമയം ഇങ്ങനെ നന്നായിട്ട് വിങ്ങി പിന്നെ അതങ്ങനെ പോവും. അങ്ങനെ ചെയ്തു ഇത്ര നാളും. പെട്ടെന്ന് അതാ പോയി. ചെവി ക്ലീൻ ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച പോയി. അയ്യോ മഴയാണോ? യെസ്. കാറ്റാ? അല്ലല്ല മഴ. കാറ്റാണ്. മഴയാന്ന്. ഇതേ എൻ്റെ മേലേക്ക് തുള്ളി വീണു. പോയി. ദൈവമേ, എത്ര കഷ്ടപ്പെട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ. കുഴപ്പമില്ല, നമുക്ക് കൂടാരത്തിലേക്ക് പോകാം. അല്ലാതെ ഇത് കെട്ടി വെച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. എല്ലാം കുറെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ, സ്റ്റവും ഇത് മാത്രമല്ല വേണ്ടോ. എന്നാലും കൊണ്ടുപോകണ്ടേ. ഇന്നലെ ചെറുകേട്ടൻ്റെ അവിടെ വെച്ചിട്ട് എനിക്ക് കുറച്ച് പൊള്ളലുകളൊക്കെ ഏറ്റിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയിട്ടാ, കുറേ പോയി, ഒരു 70% പോയി. നമ്മൾ അടുക്കളയിൽ ഞാൻ പണിയെടുക്കുന്ന സമയത്ത് എനിക്ക് വളരെ സെൻസിറ്റീവാണ് എൻ്റെ സ്കിൻ. എനിക്ക് തന്നെ അറിയാം, ചെറിയ സാധനം മതി എനിക്ക് നീറ്റൽ പുകച്ചിലൊക്കെ വരും. ചോറുണ്ടിട്ട് തന്നെ നമ്മൾ കുറച്ചധികം സമയം നമ്മൾ ചോറുണ്ടിട്ട് കൈ കഴുകാൻ ഒന്ന് വൈകിയാൽ മതി, കൈ പിന്നെ കുറേ നേരത്തെ ഈ ചുട്ടു പുകച്ചില്ല. മുഖത്ത് വലുതായതിൻ്റെ പിന്നെ പറയണ്ട. അപ്പോൾ ഉള്ളിയോ വെളുത്തുള്ളിയോ ഇഞ്ചിയോ പച്ചമുളക് അല്ലെങ്കിൽ വറ്റൽമുളക്, നമ്മൾ കടുകൊക്കെ കാച്ചാനായിട്ട് വറ്റൽമുളകൊക്കെ പൊട്ടിക്കില്ല, അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അപ്പം തന്നെ എൻ്റെ കൈ വേഗം കഴുകും. കാരണം ഞാൻ ഫുൾ ടൈം നിങ്ങൾ വീഡിയോയിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ ഫുൾ ടൈം എൻ്റെ മുഖത്ത് എപ്പോഴും ഇങ്ങനെ കണ്ണിൻ്റെ അവിടെ തുടച്ച് ഇവിടെ തുടച്ച് അവിടെ തുടച്ച് ഇവിടെ മാന്തി അവിടെ മാന്തി നിൽക്കുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ ആയാൽ ഈ കൈ കൊണ്ട് ഞാൻ എൻ്റെ മുഖത്ത് എവിടെയെങ്കിലും പിടിക്കും. അപ്പം ഇത് നീറ്റലും പുകച്ചിലും വരും. പപ്പായൊക്കെ അരിയുമ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. പപ്പായ അരിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കൈ നീറ് തുടങ്ങും.
നീറ്റിലൊരു ചൊറിച്ചിൽ പോലെയൊക്കെ വന്നു തുടങ്ങും. പപ്പായ നമ്മൾ കൂട്ടാൻ വയ്ക്കാനൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ പശയായി കഴിഞ്ഞാൽ. ഇതവിടെ ഞാനൊന്നും ചെയ്തിട്ടില്ല, അരിഞ്ഞിട്ടില്ല. പക്ഷേ പപ്പായയുടെ തൊലി ചേച്ചി ചെത്തിയിട്ട് ഞാൻ അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കൈ കൊണ്ടൊക്കെ വാരി. എന്നിട്ട് ആ കൈ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അത് ഓർമ്മയില്ലാണ്ട് പോയിട്ട് ഈ കണ്ണ് തിരുമ്പിയപ്പോൾ കണ്ണിൽ നീറാൻ തുടങ്ങി, ചൊറിച്ചിലും തുടങ്ങി. അപ്പം നന്നായി തിരുമ്പി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ ഇവിടെയൊക്കെ വിള്ളൽ പോലെ, ഇവിടെയൊക്കെ വിണ്ട പോലെ വെളിച്ചെണ്ണയൊക്കെ പരത്തിയിട്ട് പിന്നെ തീരെ പറ്റാണ്ടായി, കണ്ണിൽ നിന്ന് വെള്ളം വരലും അങ്ങനെ ഇങ്ങനെയൊക്കെയായി. പിന്നെ ഇന്നലെ രാത്രി കിടക്കുമ്പോഴും അങ്ങനെ ഭയങ്കര ചുട്ടുപുകച്ചിലും നീറ്റലൊക്കെ ഉണ്ടായിരുന്നു. വിണ്ട പോലെ, സാധാരണ ഒരു നീറലല്ല, വേറൊരു വിള്ളൽ വന്ന പോലെ. വെളിച്ചെണ്ണ പരത്തിയിട്ടേ കിടന്ന രാത്രി. നേരെ വെളുത്തപ്പോഴേക്കും ആ നീറ്റൽ പോയി. പക്ഷെ വെള്ളം തൊടുമ്പോൾ നീറുണ്ട്. ഇപ്പം കുറേ കുറഞ്ഞു. ഇപ്പം ഇവിടെയൊക്കെ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെയൊക്കെ ഇത്തിരി വീർത്തിട്ടായിരുന്നു അവിടെ നിന്നൊക്കെ രാവിലെ. ഇതിപ്പോ നമ്മൾ ഇവിടെയൊക്കെ തൊടുല്ലോ, തൊട്ടിട്ട് പോയി കൈ കഴുകണില്ലല്ലോ. പിന്നെ ഇങ്ങനെ വർത്താനം പറഞ്ഞതിന്റെ ഇടയിൽ മാന്തും മുഖത്തൊക്കെ, അപ്പൊ നീറന്ന് തുടങ്ങും. പോയി. മൊത്തത്തിൽ ഇന്നലെ ആകെ ഡാമേജ് ആയിരുന്നു ഞാൻ. അപ്പോൾ ഓക്കെ, ചെവി എൻ്റെ ഒരു കൃത്യമായി പറഞ്ഞാൽ 23 കൊല്ലം മുന്നേ ഒരു ക്ലീനിങ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചെവി. അത് കല്യാണത്തിന് മുന്നാട്ടാ. അതെന്തിനാ വെച്ചാൽ ചെവി വേദന വന്നിട്ടൊന്നല്ല, അത് ചെവി കേൾക്കണില്ല എനിക്ക്. ലിറ്ററലി ചെവി കേൾക്കണില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ചോദിക്കും. കാരണം എനിക്ക് അത്രയ്ക്ക് എൻ്റെ ചെവി അടഞ്ഞു. അപ്പോൾ ഒരു സെക്കൻഡ് ഇങ്ങനെ ചെറുതായിട്ട് കട്ടിയിരിക്കി വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയും അപ്പം ഞങ്ങളുടെ കണ്ണംകുളങ്ങരത്തെ വീട്ടിൻ്റെ ബാക്കിലായിരുന്നു അന്ന് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നത്. അന്ന് ഞങ്ങളുടെ പഴയ ഓടിട്ട വീടാണ്. പിന്നിലായിരുന്നു അച്ഛൻ്റെ വർക്ക്ഷോപ്പ്. ആ വർക്ക്ഷോപ്പിൻ്റെ സൈഡ് ഭാഗത്തേക്ക് ഇങ്ങനെ വർക്ക്ഷോപ്പിലത്തെ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ വേണ്ടി ഒരു റൂം പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന അംബികേച്ചിയും 2 മക്കളും. അംബികേച്ചിയുടെ ഭർത്താവ് മരിച്ചു. പിന്നെ പെട്ടെന്ന് ആൾ ആത്മഹത്യ ചെയ്യുക ചെയ്തത്. അപ്പോൾ അംബികേച്ചിയുടെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ആൾ ജോലിക്ക് പോകണം. ആ പൈസ കൊണ്ട് വേണം ഇവർക്ക് 3 പേർക്ക് ജീവിക്കാൻ. അപ്പോൾ ഇവർക്ക് ആ വീടിൻ്റെ വാടക കൊടുക്കാനുള്ള ശേഷിയില്ല. അപ്പോൾ നമ്മൾ ഒരു 50 രൂപ അങ്ങനെ എന്തോ ഒരു വാടകയ്ക്ക് അവരോട് ഈ റൂമിൽ താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു അച്ഛൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ഈ സൈഡിൽ ഒരു റൂം, ആ റൂമിലത്തെ വർക്ക്ഷോപ്പിലത്തെ സാമഗ്രികളൊക്കെ മാറ്റി. അത് കട്ടയാണോ? കഥ പറയാൻ സമയമില്ലേ? ചേട്ടൻ മഴ വരുന്ന പോലെ ചെറുതായിട്ട് തിളക്കുന്നുണ്ട്. പെട്ടെന്ന് കട്ടയാണ് കേട്ടോ, പെട്ടെന്ന് കട്ടയായി. നീ കളിക്കോണ്ടിരിക്കുക, ഇനി പറഞ്ഞോളാം. അപ്പോൾ അങ്ങനെ അമ്പിയേച്ചിയുടെ മോൻ ശ്രീജിത്ത്, ശ്രീലാല് 2 ആൺമക്കൾ, ഇവർ 2 പേരും ആ റൂമിൽ താമസമായി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണ പോലെ തന്നെ അവർ, കാരണം വീടിനോട് ചേർന്നിട്ട് തന്നെയാണ്. അമ്മയുടെ ഭയങ്കര ഫ്രണ്ടാണ് അമ്പികേച്ചി. അപ്പോൾ ഈ അമ്മയ്ക്കും അമ്പികേച്ചിക്കും ഫുൾ ടൈം എന്നെ കളിയാക്കല പണി, ഈ ചെവിയേക്കാത്തതിന്. അപ്പോൾ പിന്നെ ഇവർ വല്ലതും എനിക്ക് കേൾക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ പതുക്കെ പെറുപിറുക്കണ പോലെ 2 പേര് എന്നോട് വല്ലതും പറയും. അപ്പം എനിക്ക് കേൾക്കില്ല. പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ ചീത്ത കേൾക്കും. കളിയാക്കണ കാരണം ഞാൻ കേട്ട പോലെ തലാട്ടും. അപ്പോൾ അവർ ചോദിക്കും എന്തുട്ടപ്പോൾ ഞാൻ പറഞ്ഞേ ചോദിക്കും. എനിക്ക് പറയാൻ കിട്ടില്ലല്ലോ. അപ്പം ഞാൻ കേട്ടില്ല എന്ന് പറയും. അപ്പോൾ അവരത് പറഞ്ഞ് കളിയാക്കും തന്നെ. കല്യാണം കഴിക്കാറായി. അപ്പോൾ ഇങ്ങനെ പറയും, കല്യാണം കഴിഞ്ഞിട്ട് നിന്നോട് വല്ല സ്വകാര്യം നിൻ്റെ ചെക്കൻ പറയണതൊക്കെ നാട്ടുകാർ മുഴുവൻ കേൾക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ചെവി കേൾക്കില്ലല്ലോ, അപ്പോൾ ഉറക്കെ പറയേണ്ടി വരില്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ എപ്പോഴും കളിയാക്കും. കളിയാക്കിയാൽ മാത്രം പോരല്ല, ഇതിനൊരു പരിഹാരം ചെയ്യേണ്ടി വരും. എനിക്കെന്തുട്ട് ചെയ്യാൻ പറ്റുക? അങ്ങനെ കുറേ കളിയാക്കലുകൾക്കൊടുവിൽ ജില്ലാ ആശുപത്രിയിലേക്ക് പോയി. തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ പോയിട്ട് അവിടുത്തെ ENT ഒരു ഡോക്ടർ, ആ ഡോക്ടർ കണ്ടു. അപ്പോൾ ആൾ ചെവി നോക്കിയപ്പോൾ ഈ ചെവിയിൽ നല്ലോണം ഈ വാക്സ് അടഞ്ഞിട്ടുണ്ട്. എൻ്റെ ചെവിക്കായം എന്ന് പറയും, തൃശ്ശൂർക്കാർ ചെപ്പിക്കാട്ടം എന്ന് പറയും. ഇത് നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ആൾ നിന്ന് നോക്കിയപ്പോൾ കല്ല് പോലെ ഇരിക്കണേ, ഒരു എണ്ണക്കില്ല. അപ്പോൾ അത് എടുക്കാൻ കിട്ടില്ല. ഒരാഴ്ച മരുന്ന് വെച്ചിട്ട് അത് കുതിർന്നിട്ട് വായോന്ന് പറഞ്ഞിട്ട് മരുന്ന് തന്ന് വിട്ടു. അങ്ങനെ കൃത്യം ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെന്നിട്ട് അത് എടുക്കാൻ നോക്കി, ഒരെണ്ണക്കില്ല. വീണ്ടും ഒരാഴ്ച കൂടി മരുന്ന് വെച്ചിട്ട് വരാൻ പറഞ്ഞു. പിന്നത്തെ ആഴ്ച വീണ്ടും ഒരാഴ്ച മരുന്ന് വെച്ചിട്ട് പിന്നെയും ചെന്നപ്പോഴും അപ്പം അത് ചെറുതായിട്ട് കുതിർന്നിട്ടുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ പോയിട്ട് നിങ്ങൾ വീണ്ടും വരാൻ നിൽക്കണ്ടേ, ഇത് ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനമാക്കാൻ വേണ്ടിയിട്ട് ആൾ ഇതെന്തോങ്ങനെ ചെയ്തു മറ്റേ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ മറ്റേ കത്തിയും കടാരിയും സാധനങ്ങളൊക്കെ ഇട്ട് കുത്തി ഇളക്കി കുറച്ച് സമയത്തെ മൽപ്പിടുത്തത്തിനൊടുവിൽ എടുത്തു.
എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവൻ പോണ വേദനയാട്ടാ. ഭയങ്കര വേദനയായിരുന്നു. ഞാൻ നന്നായി തന്നെ വിളിച്ചു. പക്ഷെ ഈ വീണ്ടും വരണ്ടേന്ന് ആലോചിച്ചിട്ട് അത് ഇരുന്ന് കൊടുത്തു. അങ്ങനെ അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു. ഈ ചെവി രണ്ടും ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തിട്ട് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിച്ച് പറിച്ചെടുത്തതിൻ്റെ വേദനയുണ്ട്, ചോരയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം ശബ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ ചെവി രണ്ടിങ്ങനെ അടഞ്ഞിരിക്കലായിരുന്നു. ഇത് പെട്ടെന്ന് അങ്ങോട്ട് തുറന്നപ്പോഴേ എനിക്ക് ജില്ലാ ഹോസ്പിറ്റല് തൃശ്ശൂർ, പിന്നെ ആ റോഡിലേക്ക് ഇറങ്ങി ബസ് കയറി എനിക്ക് ഈ ശബ്ദങ്ങളൊക്കെ കൂടി കേട്ടിട്ടേ ഭ്രാന്ത് പിടിച്ചു തുടങ്ങി. തങ്കമണി ഇറക്കത്ത് ബസ് ഇറങ്ങി നടക്കുമ്പോൾ ഞാൻ കാല് വയ്ക്കണ സൗണ്ട് തന്നെ ഭയങ്കര സൗണ്ടായിട്ട് എനിക്ക് കേൾക്കണേ. അപ്പോൾ എൻ്റെ പിന്നിൽ ആരോ എന്നെ ഫോളോ ചെയ്യണ പോലെ. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കും, ആരും ഇല്ല, ഞാനും അമ്മയുണ്ട്. ഇങ്ങനെ നടന്ന് അപ്പോൾ വേദനയ്ക്കുള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. രാത്രി ആയപ്പോൾ വേദന തുടങ്ങി. ഈ ചെവിയാണ് കൂടുതൽ വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെവിയാണോ വേദന, പല്ല് വേദനയാണോ, തലവേദനയാണോ, തൊണ്ടവേദനയാണോ, കണ്ണുവേദനയാണോ ഒന്നും അറിയണില്ല. ഈ സൈഡ് മൊത്തം വിങ്ങല. ചെവിയിൽ നിന്ന് ഇങ്ങനെ ഒരു ചോര കലക്കിയ വെള്ളം പോലെ ചുവപ്പ് കളറിലൊരു വെള്ളം ഇങ്ങനെ ചെവിയിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കണുണ്ട് ഇങ്ങനെ. എന്നിട്ട് വേദനയുടെ ഗുളി ഒരെണ്ണം കഴിക്കും, 2 എണ്ണം കഴിച്ചു, 3 എണ്ണം കഴിച്ചിട്ട് എനിക്ക് രാത്രി ഉറങ്ങാനും പറ്റില്ല, വേദനയ്ക്ക് കുറവില്ല. എന്നിട്ട് 2-3 ദിവസമൊക്കെ സഹിച്ച് പിന്നെയും ചെന്നപ്പോൾ ഡോക്ടർ ഇയാൾ പിന്നെയും അപ്പോൾ ഡോക്ടറാണെങ്കിൽ നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല ഒരു ഡോക്ടർ. അപ്പോൾ ഞാനാണെങ്കിൽ മറ്റേ ഉള്ളടക്കത്തിൽ ജഗതി പറഞ്ഞ പോലെ ഡോക്ടറേ ഇങ്ങനെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നാൽ മതിയോ, അത്രയ്ക്ക് വേദന എടുത്തിട്ടേ. അപ്പോൾ ഡോക്ടർ ഇനി എന്തൊരു തൻ്റെ പ്രശ്നമാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കേൾവി ശക്തി ഭയങ്കരമായിട്ട് കൂടിയിട്ടുള്ള പ്രശ്നം. അപ്പോൾ അന്ന് ചെവിന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്തപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞേ, ഡോക്ടർ ചോദിച്ചേ നിങ്ങളുടെ വീട് പണി കഴിഞ്ഞതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല, ഞങ്ങളുടെ സാധാരണ ഓടിട്ട വീടാന്ന് പറഞ്ഞു. ആ വീട് പണിയുമ്പോൾ തറപണിയാനായിട്ട് ഇതൊക്കെ കൊണ്ടുപോകാൻ കരിങ്കല്ലിനേക്കാളും സ്ട്രോങ് അത്ര അധികം സാധനം കിട്ടിയിട്ടുണ്ട് ചെവിയിലുള്ളിൽ നിന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഒന്നാമത്തെ എൻ്റെ പ്രശ്നം എനിക്ക് ചെവിയുടെ കേൾവി ശക്തി കൂടിയിട്ടുള്ള പ്രശ്നം. തൊട്ടടുത്ത് നിൽക്കണ ആൾ പറഞ്ഞോടന്ന് കേൾക്കാണ്ടിരുന്ന ഞാൻ അപ്പുറത്തെ വീട്ടിലുള്ളവർ പറയണത് വരെ കേട്ടു തുടങ്ങി. സ്വകാര്യം പറഞ്ഞ പോലും കേട്ടു തുടങ്ങി. അത്രയ്ക്കും എൻ്റെ ചെവി തുറന്നു. എനിക്ക് ഇത്രയ്ക്കും കേൾവി ശക്തി വേണ്ട, എനിക്ക് ഇത്രയ്ക്കും ചെവി കേൾക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ടേ, എന്നാൽ ചെവിയുടെ ഉള്ളിൽ നിന്ന് എടുത്ത സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്, അത് ചെവിയുടെ ഉള്ളിക്ക് എന്നാന്ന് വെച്ചാൽ വയ്ക്കാം എന്ന് പറഞ്ഞു. ഭയങ്കര ദേഷ്യത്തിൽ ഇതേപോലെ തന്നെയാണ് പറഞ്ഞത് ഡോക്ടർ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെവി വേദന എടുത്തിട്ട് പറ്റണില്ല ഡോക്ടർ, എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല, 2-3 വേദനയുടെ ഗുളികയ്ക്ക് ഞാൻ കഴിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർക്ക് ഒന്നുകൂടി ദേഷ്യം വന്നു. അപ്പോൾ വേദനയുടെ ഗുളിക അങ്ങനെ തോന്നിയ പോലെ ഒന്നും കഴിക്കാൻ പറ്റില്ല, 10-16 ഒരുമിച്ചെടുത്താൽ കഴിക്കും, അത് തട്ടിപ്പോട്ടെ എന്ന് പറഞ്ഞു. അതൊക്കെ തന്നെ മാറിക്കോളും, ചെവി തനിക്ക് അറിഞ്ഞൂടെ എത്ര ഇതിൽ ബലത്തിലിരുന്നോടുന്ന സാധനത്തിന് വലിച്ച് പറിച്ചെടുത്തേന്ന്. അപ്പോൾ വേദനയ്ക്കുണ്ടാവും, അവിടെ കുറച്ച് പൊട്ടൽ വന്നിട്ടുണ്ട്, അതിനോരോ ഉണക്കം വരണം, അതിനുള്ള മരുന്നുകൾ തന്നിട്ടുണ്ട്, അത് കഴിക്കി, അത് തന്നെ ഉണങ്ങി അങ്ങോട്ട് മാറിപ്പോക്കോളും എന്ന് പറഞ്ഞു. ഓ, അങ്ങനത്തെ ഒരു ചെവി ക്ലീനിങ് എനിക്കിത് ഒന്നും ചെയ്തില്ല. എന്നെ ചീത്ത പറഞ്ഞ് ഓടിപ്പിച്ചു. ഇനി എന്ത് സംഭവിച്ചാലും ഈ വശത്തേക്ക് വന്നു പോയിരുതെന്ന് പറഞ്ഞു. എന്നിട്ട് പോന്നു തിരിച്ച്. പിന്നെ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് മാറിപ്പോയി. പക്ഷെ ആ ചെവി ഞാൻ മറക്കില്ല. അത് ശബ്ദം ഭയങ്കര കേൾവി ശക്തി കൂടിയിട്ടുള്ള പ്രശ്നവും ചെവി വേദനയും അങ്ങനെ. ഇന്നിപ്പോൾ ഈ ഡോക്ടർ ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് ചെവിയിൽ വെള്ളം കയറിയപ്പോൾ ഈ വാക്സിൻ ഉണ്ടായിരുന്നല്ലോ, അത് വീർത്തു, പിന്നെ ഇൻഫെക്ഷനും ആയി. എന്നിട്ടാണ് ഞാൻ പോയത് വേദന വന്നപ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ചെവിയിൽ മരുന്ന് ഒഴിക്കാൻ ഒരാഴ്ച മരുന്ന് ഒഴിച്ചിട്ട് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പോയി. അതുപോലെ തന്നെ ഉറച്ചിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഒരു പേര് പറഞ്ഞു, ഒരു പ്രത്യേക പേര് പറഞ്ഞു, ആ ടൈപ്പ് വാക്സ് അത്. പിന്നെ എൻ്റെ ഈ ചെവിയിൽ ഒരു കുഴപ്പമില്ല, ഈ ചെവി ക്ലീനാണ്. എൻ്റെ ഈ ചെവിയിലാണ് ഇതുള്ളത്. ചിലരുടെ ചെവിയുടെ കനാലിൻ്റെ പ്രോബ്ലമാണെന്ന്, ഇങ്ങനെ വൈഡായിട്ട് പോയിട്ട് പിന്നെ ഇങ്ങനെ ഇടനാഴിയൊക്കെ ആയിട്ട് പോയിട്ട് അങ്ങനത്തെ ഒരു പ്രത്യേക ടൈപ്പ്. എനിക്ക് ക്യാമറ ചെവിയിലേക്ക് കിടന്നിട്ട് സ്ക്രീനിൽ ഡോക്ടർ കാണിച്ചു തന്നു എൻ്റെ ചെവി എങ്ങനെ ഇരിക്കണേന്ന്. ഈ ചെവി കാണിച്ചു തന്നു. ഈ ചെവി കണ്ടാൽ തനിക്ക് മനസ്സിലാവും ഈ ചെവിയുടെ പ്രശ്നം കിട്ടാമെന്ന്. ഈ ചെവിക്ക് ഒരു കുഴപ്പമില്ല, ഇയർ ഡ്രമ്മും എല്ലാം കാണിച്ചു തന്നു, കണ്ട എല്ലാം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഈ ചെവിയുടെയും ഇയർ ഡ്രമ്മിനൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ ഈ കുറച്ച് ദശയൊക്കെ വന്നു, അതുകൊണ്ടാണ് ഈ ചെവി വേദന മാറിയുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി കൊല്ലക്കണക്കാവാൻ നിൽക്കരുത്, 6 മാസം കൂടുമ്പോൾ ചെവി ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഒരു പാഠമായിരിക്കും. എല്ലാവരുടെയും ചെവി അങ്ങനെയാണെന്നില്ല കേട്ടാ, അത് വരുന്നത് പൊക്കോളും. ഇതെന്റെ ചെവി ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയി, ഈ ചെവി അതാ
നോക്കിയത് കട്ട് ചെയ്യണമെങ്കിൽ തിളയുമ്പോൾ തുടങ്ങി ഇവിടെ തിളച്ച് മറ്റേ നമ്മുടെ മത്തങ്ങ കുമ്പളങ്ങ തിളച്ച് പൊന്തണ പോലെ ആവണില്ല. അതിൽ തന്നെ നിൽക്കണല്ലോ. അപ്പോൾ നല്ല ഒരു കുറുക്കായി. ഇപ്പോൾ സരിതര ചെവി കഥ കേട്ടില്ലേ? എനിക്ക് ചെവി കഥ പറയാനൊന്നുമില്ല ദൈവമേ. ചേട്ടൻ പല്ലിൻ്റെ കഥയും പറയാനുള്ള. ഇവിടെ കുരേശ്വറല്ലേ ഒരു പല്ല് ഡോക്ടർ വന്നത്, നല്ല സുന്ദരിയായ ഒരു പല്ല് ഡോക്ടർ വന്നത്. ഭയങ്കര സിനിമാ നടിയുടെ പോലത്തെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാ. അത് വന്നപ്പോ ചേട്ടൻ പോയി ആ ഡോക്ടർ എല്ലാ പല്ലും തല്ലി പൊട്ടിച്ചു. ചേട്ടനാണെങ്കിൽ വായും തുറന്ന് കൊടുത്തു. നമുക്കറിയില്ലല്ലോ. നമുക്ക് ആ ഒരു പല്ലിന് കുഞ്ഞ് ഒരു ഡാമേജ് ഉണ്ടായിരുന്നു. അത് പരിശോധിക്കാൻ വശത്തുള്ള എല്ലാവരും ആ ഡോക്ടറുടെ അവിടെ ക്യൂ ആയിരുന്നു അല്ലേ? വെറുതെ നമ്മളങ്ങനെ അതിന് ഡോക്ടറെ ഭംഗിയുണ്ടെന്ന് ചോദിച്ചിട്ട് കാണാൻ പോയിരുന്നല്ലോ. ഡോക്ടർമാരൊക്കെ ഭംഗിയുള്ളവർ തന്നെയാണ് ഒരു ഇതൊക്കെ. ചേട്ടൻ തന്നെയാ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭംഗി കണ്ടിട്ട് പോയതായിരുന്നു, ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അല്ല, പല്ല് ഡോക്ടർമാരെ കുറെ പേരുണ്ട്. പക്ഷെ ഇത് തൊട്ടടുത്ത് ഞാൻ പോയിരുന്നറിയോ, നമ്മുടെ അവിടെ ഉള്ള പണിക്ക് വരുന്ന ഈ അവളെ പേരുന്ന ഉയരം കുറഞ്ഞിട്ട് പെൺകുട്ടിയുടെ പേര് അല്ല എന്നിട്ടാണ് അല്ല വീ വെച്ചിട്ടല്ലേ പൊള്ളപ്പണിയില്ലേ, സ്വർണത്തിന്റെ പൊള്ളപ്പണീനെ പെൺകുട്ടി ഉണ്ടായിരുന്നു. 3-4 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ബോളുമണി പോലത്തെ ഒരു സാധനം വയ്ക്കില്ലേ, അതിനാണ് പൊള്ളാന്ന് പറയാ. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ അമ്മ നിൽക്കുന്നത് ഈ ഡോക്ടറെ അടുത്താണ് ഹെൽപ്പറായിട്ട്. അങ്ങനെയാണ് അങ്ങോട്ട് പോയത്. അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യം നിർത്താൻ. ഞാനത് പണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള സീമ ചേച്ചി അന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പറയണത് മറ്റൊരാൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു 10 ഇരട്ടി കൂടി പറയും. പിന്നെ അടുത്ത ആൾ പറയുമ്പോൾ അതിൻ്റെ ഒരു 10 ഇരട്ടി കൂടി പറയും. അങ്ങനെ പറഞ്ഞിട്ടാണ്. എന്തിനു പറയണ സകല അണപ്പല്ലോ ഓട്ടെ. ഇന്നിപ്പോ എന്തുട്ടാ ഹോട്ടലിൽ നിറച്ചത് പോയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രായമായി. ഒരു സ്വല്പം നെയ്യ് ഒഴിച്ചതായിരുന്നു ഇതില്. നമ്മളിത് പോയിട്ട് നെയ്യ് ചേർത്ത് നടന്നില്ല ചേട്ടാ. എനിക്ക് നല്ല കട്ടിയായി വേണ്ടി കുറച്ച് നെയ്യ് ഒഴുകി മതിയാ. ഇനി നമുക്ക് ആവശ്യം ഒഴിക്കാം നോക്കിയിട്ട് തിളച്ച് കൊണ്ട് ചെയ്യുന്നു. ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു അലുവീന കേട്ടാ. നമ്മൾ പണ്ട് ഈ പേറ്റ് പലഹാരമൊക്കെ ആയിട്ട് അമ്മമാർ പണ്ട് അരി അലുവി ഉണ്ടാക്കിയില്ലേ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടിയും നാളികേരപ്പാലും ശർക്കര നീരും എല്ലാം. അല്ല, ഇവിടെ ഉണ്ടാക്കുന്നത് അങ്ങനെയായിരുന്നു. എല്ലാം കൂടി ഒരുമിച്ചാണ്ട് കലക്കും. അരിപ്പൊടിയല്ല, പച്ചരി കുതിർത്തിട്ട് തരിതരിപ്പായിട്ടാണ് ഇടിക്കുക. ഇടിച്ച് അരിപ്പൊടി തരിതരിപ്പ് അപ്പൊ ഇങ്ങനെ കടിക്കും ചെറുതായിട്ട്. അതൊക്കെ കൂടി സോഫ്റ്റ് ആയിട്ടുള്ള അലുവ ആയിരിക്കില്ല, പക്ഷെ അതിനൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഇടാൻ പറഞ്ഞിട്ട് ആരെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. തരിയലുവ. അതെ, തരിയലുവ. നമ്മൾ അമ്മിയുള്ളപ്പോ ഉണ്ടാക്കിന്റെ ഈ പറമ്പിൽ ഇരുന്നിട്ട് ഉണ്ടാക്കിയിട്ടില്ലേ അമ്മിയുള്ളപ്പോ. അപ്പൊ അതെല്ലാം കൂടി കലക്കിയിട്ട് അതുകൊണ്ട് ഇളക്കണം. കൈ കളിച്ചു വരട്ടി എടുക്കാന്ന്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇതിന്റെയും മെത്തേഡ് കേട്ടാ. ഇത് ഇതിനെപ്പറ്റി ഇപ്പൊ ആക്കി തെറിക്കുണ്ട്. അങ്ങനെ തെറിക്കില്ലോ, കട്ടായി വരുന്നത്. കൈ കഴിച്ചാനാണോ വെള്ളം കുടിക്കുന്നത്? അളക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇതേ കൂവപ്പൊടി പോലെയാണല്ലോ. അല്ല, ഭയങ്കര ജെല്ലി പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇത് നാളത്തേക്കില്ലേ നല്ല ടേസ്റ്റ് അലുവായിരിക്കും. ഭയങ്കര ഇഷ്ടം. അല്ല ചേട്ടന് കൊടുക്കണം കുറച്ച്. ഇന്നലെ ചെറിയേട്ടൻ്റെ അവിടെ നിന്ന് ഇത് കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്നെ അങ്ങോട്ട് വിളിച്ചു അല്ല ചേട്ടനും ചേച്ചി. എന്നിട്ട് ചക്കട വന്നു. വലിയേട്ടൻ്റെ അവിടുത്തെ പ്ലാവുമ്പലത്തെ ചക്കയാണ്, നല്ല ടേസ്റ്റാണ് ഈ ചക്ക. ഈ ചക്ക കൊണ്ട് ചക്കട ഉണ്ടാക്കിയിട്ട് തന്നു എനിക്ക് 2 എണ്ണം. ചേച്ചി വിചാരിച്ചു പപ്പായ സൗന്ദര്യവർദ്ധകത്തിന് ഉപയോഗിക്കുന്ന സാധനമല്ലേ, അപ്പോൾ പപ്പായയുടെ പശ ഞാൻ മുഖത്ത് തേച്ചു ഭംഗിക്ക്. എന്നിട്ട് അറിയാം മറ്റേ അങ്ങനെ തേക്കില്ലേ ഫേഷ്യലൊക്കെ ചെയ്യാൻ വേണ്ടി, അങ്ങനെ വല്ലതും ഞാൻ ചെയ്തിട്ട് അതിന്റെ റിയാക്ഷൻ കൊണ്ട് എനിക്ക് വന്നതാന്ന് വിചാരിച്ചു. തലക്ക് ഭ്രാന്തല്ല പശ തേച്ച് തേക്കാൻ. വേണ്ട ചേട്ടാ, കുറച്ച് സമയം വിശ്രമിക്ക്. അളവില് കുറഞ്ഞു വന്നു തുടങ്ങിയിട്ടാ. കണ്ടാ, നമ്മൾ കുറച്ചധികം സമയമായിട്ടാ ചെയ്ത് തുടങ്ങിയിട്ട്. സരിത ഏലക്കായ പൊടി കയ്യിൽ
ഓ കടാ അത് പറയാ അണ്ടിപ്പരിപ്പാണ്. അത്ഭുതം അങ്ങനെ ഇരിക്കണത്. മനസ്സ് കല്ലാക്കിട്ടാണ് മനുഷ്യൻ നടക്കണത്. പക്ഷെ കപ്പലണ്ടി വേഗം തീരുണ്ട് കേട്ടാ. അണ്ടിപ്പരിപ്പ് ചേട്ടൻ എടുക്കല്ലേ, ഇടട്ടെ. നമ്മൾ കുറേ ഏലക്കായ പൊടി ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ കേട്ടോ ഏലക്കായ പൊടി ഇടുന്നുണ്ട്. അത്ര മതി. ഇനിയിപ്പോൾ നമുക്ക് നെയ്യിനി ഒഴിക്കണമെന്നോ? നെയ്യ് കുറച്ച് മതി. ഇത് വെളിച്ചെണ്ണ തെളിയോ നോക്കട്ടെ നമുക്ക്. ഇതിലിപ്പോൾ നമ്മൾ നാളികേരം പാൽ ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണ തെളിയോന്ന് നമുക്ക് നോക്കിയിട്ട് മതിയില്ല നെയ്യ് ഇനി ഒഴിക്കില്ലേ. നമ്മൾ അലുവ ഉണ്ടാക്കിയിട്ടില്ലല്ലോ, കിണ്ണത്തപ്പല്ലേ ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട്. അലുവ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ അലുവയും അലുവയും കിണ്ണത്തപ്പം ഒരുപോലെ അല്ല. കിണ്ണത്തപ്പം വേറെ, കിണ്ണത്തപ്പം ആവിയും ഉപയോഗിക്കുന്നത്. ഇതുണ്ടാക്കിണ്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കി നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടാണോ അതോ ഈ കൂവപ്പൊടി ചേർത്തിട്ടാണോ അന്നുണ്ടാക്കിയിട്ടുള്ളത്? അരിപ്പൊടിയാന്നുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ ചില്ലറയിലല്ല ഇടുന്നത്. ഇതുമേ കട്ട ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. ഈ ഒരു ബ്ലാക്ക് കളറിലേ ഇതുമേ ചട്ടകത്തമ്മ പിടിക്കില്ലേ, മധുരം നോക്കി. മധുരണ്ട്. മധുരം കറക്റ്റ് ആയിരിക്കും. പച്ചളം ചോദിക്കില്ല, ചെറുതായിട്ടുണ്ട്. അതിന് വറ്റി വരുമ്പോൾ ശരിയാവും. അപ്പം നല്ല മണം വന്ന് തുടങ്ങിയിട്ടില്ല. നല്ല അടി പിടിക്കണ്ട് അല്ലേ. മറ്റേ സ്റ്റീലിൻ്റെ ചട്ടകം വേണം ശരിക്കും. സ്റ്റീലിൻ്റെ ചട്ടകം തപ്പി പോയിട്ട് നമ്മുടെ ഈ ചട്ടകല് ഇത് പായസം ഇളക്കാനാണ് ഇത് അനുയോജ്യം. ഈ സാധനം എടുത്ത ഇതേപോലെ ഒരു വളഞ്ഞത് അത് മതി. വട്ടത്തിലുള്ളതാ വേണ്ടേ? അത് മതി. നമ്മുടെ ഇതുകൊണ്ടാകുമ്പോൾ ശരിക്കും അടി ഇളക്കാൻ പറ്റും. ഇതാണ്ടല്ല. ചേട്ടൻ എടുത്തു വെച്ചാണ് തിന്നാൻ വേണ്ടി. ശരി, ഞാൻ ഇതുകൊണ്ട് ഇളക്കാൻ സുഖ. ഇതുകൊണ്ടാകുമ്പോൾ ശരിക്കും സൗണ്ട് ഇത്തിരി ഉണ്ടാവും കേട്ടോ. കട്ടിയിരിക്കും വരുന്നു കേട്ടോ. ശരീരം ഇളക്കിയാൽ നല്ല സുഖം ഇളക്കാൻ. വലിയ ശക്തി പ്രയോഗിക്കണ്ട. ഈ ഹെഡ്ഫോൺ വെച്ച് കേൾക്കണവർക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നി, കരകര ശബ്ദം അങ്ങനെ കേൾക്കുമ്പോൾ. അപ്പോൾ ഹെഡ്ഫോൺ വെച്ച് കേൾക്കണവര് മുന്നേ തന്നെ ഡിസ്ക്ലെയിമർ കൊടുക്കണ്ടായിരുന്നു. ഇപ്പം നമ്മളെ വെച്ചിട്ട് 40 മിനിറ്റ് ആയിട്ടാണ് ഇത്രയ്ക്ക് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ട്. പക്ഷേ നമുക്ക് ഒരു സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തിളച്ച് മേത്തിക്ക് തെറിക്കണില്ല. അത് ഈ കൂവപ്പൊടിയില്ലേ, കൂവപ്പൊടി ഒരു പിടുത്തുണ്ടായിരുന്നില്ലേ ഇവൻ. അതായത് അണ്ടിയിലത് തെറിച്ച് ഇങ്ങനെ പോവാൻ നോക്കുമ്പോൾ കൂവപ്പൊടി അതിനെ പിടിച്ച് വലിക്കുകയാണ്. ഈ പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കൂവപ്പൊടി. എന്നാ ലോകം കൂടിയപ്പോഴേ ജയന്തേച്ചി ഒരു പാത്രം നിറച്ച് ചക്ക വരട്ടി ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വരട്ടിയിട്ടില്ല, അത് ഈ ഒരു പരുവത്തിലാക്കിയത്. ഇത്രയും ലൂസാ. അതും എടണേരയിലില്ലേ, വഴനയിലില്ലേ, അതും ഒരു കെട്ടും കൊണ്ടാണ് വന്നത്. 4 മണിയാകുമ്പോൾ ജയന്തേച്ചി തന്നെ അടയുണ്ടാക്കിയൊക്കെ എല്ലാവർക്കും തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാവരും കുറേശ്ശെ എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നിട്ടേ ഇത് അങ്ങനെ തന്നെ ഇവിടെ ഇരുന്നിട്ട് ആ കൂടാരത്തിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയല്ലേ. കഴിയണതിനനുസരിച്ചിട്ട് പാത്രത്തിലേക്ക് ഇടും, കഴിക്കും. പിന്നെ വെള്ളത്തിൽ കുറേ സമയം കുളിച്ച് കഴിഞ്ഞ് കയറിയിട്ട് പിന്നെയും കഴിച്ച് ആർക്കും പിന്നെ അടയും വേണ്ട, ഒന്നും വേണ്ട. അപ്പം ജയന്തേച്ചി വരുമ്പോൾ ജയന്തേച്ചിട്ട് ഇത് ഇവിടെ തന്നെ ഒരു വലിയൊരു വട്ടം. അപ്പം എന്തുട്ടാന്ന് ചോദിച്ചാൽ പറയാ, ഈ സാധനം ചക്കയുടെ ഇത്രയ്ക്ക് പരുവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കിയോണ്ട് നിൽക്കുമ്പോൾ പൊട്ടി തെറിച്ചു. ഇവിടെ ഇരുന്നിട്ട് പൊള്ളിയിട്ട് ഇവിടെ ഒരു പോളം. എന്നിട്ട് പിന്നത്തെ അവിടെ നിന്ന് അങ്ങോട്ട് ആള് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഹെൽമെറ്റ് വെച്ചിട്ടാണ് ബാക്കിയുള്ള ചെയ്തത്. അപ്പം ആ ഹെൽമെറ്റും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൂത്ത മോൻ അപ്പു ദുബായിൽ അവൻ വീഡിയോ കോൾ എടുത്തപ്പോൾ അമ്മി നേരത്തെ പിടിക്കുമ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ചോദിച്ചു. അപ്പോൾ മോനെ അമ്മ എങ്കിലും പോണില്ല, അമ്മ അടുക്കളയിൽ ഒരു പണിയില്ല. അങ്ങനെ അത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. ചക്ക ഒരു ഐസ്ക്രീമിൻ്റെ ഒരു 1 ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ആള്. അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ചക്കടയാ ചേട്ടന് ചക്കട വലിയ ഇഷ്ടമില്ല. പക്ഷെ ഇന്നലെ അവിടെ നിന്ന് കൊണ്ടുവന്ന് കഴിച്ചു ഇല്ലേ? അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് അവിടെ നിന്നാണെങ്കിൽ ഇത് മുഴുവൻ കഴിച്ചിട്ട് ചപ്പാത്തി വെച്ചിട്ട് അതുകൊണ്ട് വിശപ്പുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റൂല. എന്താണ് കാരണം? ടേസ്റ്റ് ഉണ്ടായിരുന്നു ചക്കട. ചുരുങ്ങി ഇത്രയ്ക്കായി തുടങ്ങിട്ടാ. ഇതൊരു കുഞ്ഞി കിണ്ണത്തിലേക്ക് ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ചുരുങ്ങി വരുന്നുണ്ട. ഒരു 8:30 അവസാനിക്കുന്നു തോന്നുന്നു അല്ലേ സരിത? കൈ കളിക്കലാണ് ഏറ്റത്. അളവ് വീണ്ടും കുറഞ്ഞ് നമ്മളൊരു സ്വല്പം നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടാ. മതി. നമ്മൾ ഉണ്ടാക്കണല്ലേ ആളുകൾ പറയാറുണ്ട് നെയ്യ് കുറവാണ് നമ്മൾ ഉണ്ടാക്കണല്ലേ. നെയ്യ് നെയ്യ് കുറവാന്ന് പറഞ്ഞു. നെയ്യ് ഇത്തിരി കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ ഇരട്ടി ടേസ്റ്റ് ആയിരിക്കും പറഞ്ഞു.
അപ്പോൾ നെയ്യ് നോക്കി നോക്കിയപ്പോൾ ഒരു വ്യത്യാസം കണ്ടല്ലോ. ഇങ്ങനത്തെ ഒരു നെയ്യ് അത്യാവശ്യം ഉണ്ടാവണമെന്ന്. നമ്മളെന്താ നെയ്യിന് പിശുക്കം പിടിക്കുന്നത്? നെയ്യ് പിശുക്കം പിടിക്കുന്ന ചേട്ടനല്ലേ? അതെ. ആ, നെയ്യ് ഒഴിക്കാൻ പറഞ്ഞാൽ ഞാൻ ഒഴിക്കും. അല്ല, അത് തോന്നിയ പോലെ ഒഴിക്കണ്ട. ഇത് വേണേ ഞാൻ അകത്തുനിന്ന് ആക്കി കൊണ്ടുവരാം. എന്താ ചിരിക്കണം? ഒരെണ്ണം തന്നിട്ട് പൊക്കോ. അണ്ടിപ്പരിപ്പ് ഇത് ഞങ്ങൾക്ക് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് തരുതാ. സൂക്ഷിച്ച് എടുത്ത് വെച്ച് പോകണ സാധനം. ഇത് മുറിക്കണം. കത്തി എടുത്തിട്ടോ ചേട്ടൻ? അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെ ഇട്ടാ മതിയാ? അതെ, അങ്ങനെ ഇട്ടാ മതി, അങ്ങനെ ഇട്ടാ മതി. നല്ല അതിന്റെ നടു പൊട്ടിക്കണ്ട അല്ലേ? അതൊക്കെ തന്നെ പൊട്ടും. ഇത് ഞാനേ അകത്ത് കൊണ്ടുപോയിട്ട് മൂപ്പിച്ച് കൊണ്ടുവരാട്ടാ. നെയ്യിൽ മൂപ്പിച്ച് കൊണ്ടുവരാം. എന്തായാലും നെയ്യ് കൊണ്ടുപോയി. ആ സരിത ഇത് മൂപ്പിച്ച് നെയ്യിലൊക്കെ മൂപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. അതെ, മൂപ്പ് കൂടിയാ? മൂപ്പ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നെയ്യ് അത്യാവശ്യം ഉണ്ട്. എടുക്കാറായിന്നോളൂ. കുറച്ചും കൂടി സമയം കിട്ടേ. ഇനി നെയ്യ് വേണ്ടല്ലോ? ഇനി ഒന്നും വേണ്ട. സാധനം കിഡിലോസ് എന്നാ പറയാ. എൻ്റെ ദൈവമേ, എന്തൊരു ടേസ്റ്റ് ഈ സാധനം. ഒരു സ്വല്പം കഴിച്ചപ്പോൾ കഴിച്ചു നോക്കിയാ? ചൂടൊന്നും ഇല്ലേ? ചൂടൊക്കെ ഇനി ഒരു കാലത്ത് എന്തിട്ട് കഴിച്ചിട്ടാ കയ്യൊക്കെ പൊള്ളിച്ചേ? അത് ചുണ്ടങ്ങിയ വറുത്തതാ. ചുണ്ടങ്ങിയ വറുത്തത് അതിൽ നേരെ എടുത്ത് കയ്യിൽ കിട്ടും. പറയാ ചൂടില്ലാന്ന് വിചാരിച്ചിട്ട് ഇട്ടേന്ന്. അടുപ്പിൽ നിന്ന് ആക്കിക്കൊണ്ടിരിക്കണ സാധനേ ചൂടില്ലാന്ന് വിചാരിച്ചിട്ട് കൈൻ്റെ അടി പൊള്ളിയിട്ട് ഊതി നടക്കണ്ടായിരുന്നു കാലത്ത്. കിണ്ണെടുത്തിട്ട് വരാം അല്ലേ? കിണ്ണെടുത്തിട്ട് വന്നോ? അതെ, ഒരു അല്പസമയം ഇവിടെ വെച്ചാൽ ശരിയല്ല, അതാ ഞാൻ കൊണ്ടുപോകണേട്ടാ. നല്ല സാധനമായി വന്നു തുടങ്ങിയിട്ടാ. കുറച്ച് നേരം കൂടി ആവാം. വരെ ഒന്ന് എണ്ണയും തെളിയിട്ടേ. എണ്ണ തെളിയൊന്നും അറിയില്ല. നമുക്ക് നിർത്താൻ പോവാം കേട്ടാ. ഇനി വേണമെങ്കിൽ കുറച്ച് നേരം കൂടി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ചുരുങ്ങും. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അടിപൊളി. സരിതൊരു കിണ്ണം കൊണ്ടിട്ടുണ്ട്. കുഞ്ഞൊരു കിണ്ണം കൊണ്ടുവരാനാണ് പറഞ്ഞത്. അരിക്കുള്ളോ ഇതിൽ കൊള്ളൂ. നീ ഇത് വെച്ചേ, ഇത് കാണിച്ചു തരാം. ഇറക്കാൻ പോകണം കേട്ടോ. നമ്മൾ അവസാനിപ്പിച്ച പരിപാടി. നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ നേരത്തെ പ്രയത്നം നമ്മൾ അവസാനിച്ചിരിക്കുകയാണ്. തീ ഓഫ് ചെയ്തോ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞി കിണ്ണത്തിലേക്കാണ് നമ്മൾ ഇടുന്നത്. ഞാൻ ഇതിപ്പം പിടിക്കുകയോ കട്ടയാവില്ല ചേട്ടാ. പ്ലക്കറല്ലേ പിടിക്കുന്നത്? അതുണ്ടെങ്കിൽ അടിപൊളിയാണ്. എടുത്തിട്ട് വരാം. ഇനി വേണ്ട, എടുക്കൊന്നും വേണ്ട, കഴിഞ്ഞു. അവസാനത്തെ നമുക്ക് വാരണ്ടി തിന്നാം. മനസ്സിലായ? ഇല്ല, മനസ്സിലായില്ല. ഇംഗ്ലീഷിൽ പറയാം, എപ്പോഴാണ് മനസ്സിലാവുള്ളൂ. മറ്റേ സിനിമയിൽ പറയില്ലേ, മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ല, ഇംഗ്ലീഷിൽ പറയാം. കഥാനായകല്ലേ. ഓൾ കുട്ടീസ് വി ഹാവ് ആൻ എന്താ പറയുക, ഫുഡ് വി ഹാവ് അവർ ലഞ്ച് ഡിന്നർ അങ്ങനെ എന്തോ പറയും. നമ്മുടെ ഉരുളിയിൽ തിരിയുള്ളൂട്ടാ. സരിത പറഞ്ഞത് അവിടെ കൊണ്ടുവരുന്ന ചെറിയ കിണ്ണത്തിലേക്ക് കൊള്ളില്ല എന്ന് ഞാൻ വിചാരിച്ചേ. എനിക്കറിയത് കൊള്ളുന്നു. നമ്മൾ ഫുഡിനോട് എന്തോരം കളിച്ചിട്ടുള്ളത്. ഇത് വാഴലി ഉണ്ടെങ്കിൽ അടിപൊളിയാവട്ടെ സരിത. വാഴല വേണ്ട. ഈ വാഴല ഇനി പൊട്ടിക്കാൻ പോണം ഇരുട്ടത്ത്. ഇതുകൊണ്ടൊന്നും പറ്റിയല്ല. ഇത് അടിപൊളി. അത്തള പിത്തള തവളാച്ചി ചുക്കുമരിക്കുന്ന ചൂല കടാ. ഒരു കിണ്ണത്തിരി കുഞ്ഞൊരു കിണ്ണത്തിരിക്കുള്ളൂ നമ്മൾ. അല്ല, നമ്മളല്ല, ഈ സാധനം ഒന്ന് ആലോചിച്ച് വയ്ക്കുന്നുണ്ട്. എന്തോരം പണിയെടുത്തിട്ടാണ് നമുക്കിത് ഇത്രയ്ക്ക് പോകുന്നൊരു സാധനം കിട്ടുന്നത്. എന്നാലും മറ്റേ അത്രയും പണിയൊന്നുമില്ല. മറ്റേ മത്തങ്ങലുവ, കുമ്പളങ്ങലുവ, ഇത്യാദി അലുവകൾ, ചക്ക, അതേ പണിയൊന്നുമില്ല. പൊട്ടിത്തെറിയില്ല. ഭയങ്കര സമാധാനം. പക്ഷെ അവരെയൊക്കെ കടത്തി വെട്ടുന്ന ടേസ്റ്റ് ആയിരിക്കും ഇതിന് എന്ന് ഞാൻ പറയുന്നു. ഇതേട്ടാ, ഇത് സൂപ്പറായി. പരിപാടി കഴിഞ്ഞു. ഇത് ഞങ്ങൾക്ക് വടിച്ച് തിന്നാനുള്ള സാധനമാണ്. ഇതൊക്കെ ഇല്ലേ ഭയങ്കര ടേസ്റ്റായി സാധനം. ചൂടാറിയിട്ട് ഞങ്ങൾ തിന്നാം. ഇതിൻ്റെ രുചി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. രുചി പറയാനൊന്നുമില്ല, സൂപ്പറാണ്. നാളെ നമ്മൾ മറ്റേ വീഡിയോയുടെ തുടക്കം. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എന്നാ ഇതും എടുത്തോ. നീ കഴിച്ചോ? എനിക്കത് നീ മെല്ലെ ഇരുന്ന് കഴിച്ചോ. ചൂടാറണം. അപ്പം ഇങ്ങനത്തെ അലുവ നിങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ നാട്ടിൽ മാങ്ങണ്ടി ഇഷ്ടം പോലെ ഉണ്ട്. കൂവപ്പൊടി നല്ലത് വാങ്ങിക്കാൻ കിട്ടും. ഇതും അത് മിടിക്ക് പറ്റാം. ഞാൻ വരണ്ട കേട്ടോ. പല്ല് പിടിക്കണം. എന്താ അവൻ്റെ രുചി. അപ്പോൾ നമുക്ക് നിർത്താട്ടാ. അപ്പോൾ ഇഷ്ടം പോലെ മാങ്ങണ്ടി നമുക്ക് കിട്ടും.
അതൊന്നും കളയണ്ട. കുറച്ച് നാൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉള്ളു പേടാവും. അതിന് മുന്നേ ഒക്കെ പറക്കി എടുത്തിട്ട് വേഗം തന്നെ ഉണ്ടാക്കിക്കോട്ടാ. ഇതാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ നിർത്താം നമുക്ക്. ഞങ്ങളിത് ഇനി വരണ്ടി തിന്നിട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ടാണ്. നന്ദി, നമസ്കാരം.